പവിത്രം സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് വീക്കിലെ ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ വരുന്നത്. അങ്ങനെ വേദ അറിയാതെ വിക്രം ആ രാത്രി തൻ്റെ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അമ്മയെ മകനും വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. മകനെ കണ്ട സന്തോഷം കമലാമ്മ അത് മാഷിനോട് പറയാണ്. എന്നാൽ പോലീസിനോട് കീഴടങ്ങണമെന്ന് മാഷി വിക്രമിനോട് പറയാം, നിന്നെ രക്ഷിക്കാൻ വേദയുണ്ടെന്ന്. അങ്ങനെ അവരോട് കുറച്ചു സമയം സംസാരിച്ചതിന് വിക്രം വീണ്ടും വേദയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. രാത്രി എഴുതി നോക്കിയ വേദ വിക്രമിനെ കാണുന്നില്ല. അവൾ ആകെ പരിഭ്രമിക്കുന്നുണ്ട്. വിക്രം പോയി കഴിഞ്ഞെന്ന് അവൾ മനസ്സിലാക്കുക. ഇഷിതയുമായിട്ട് ഈ സംഭവം സംസാരിക്കുകയും ചെയ്യാണ്. ആ സമയത്തിന് വേദ അങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്യാട്ടോ. രാവിലെ എഴുതി നോക്കുമ്പോൾ താഴെ അവൾ കിടക്കുന്ന സ്ഥലത്ത് വിക്രം കിടക്കുന്ന കാണാൻ അവളെ കണ്ടതും അവൻ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം കുശുമ്പും കുന്നായ്മയും സന്തോഷമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതിനിടയിൽ വേദ ശ്രീകാന്ത് ചെയ്ത കാര്യങ്ങളെല്ലാം വിക്രമിനെ അറിയിക്കാണ്. വിക്രം ഇതെല്ലാം കണ്ടങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ട്. അയാൾ ഇപ്പം തന്നെ ഞാൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, അവനെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് കഥക് തുറന്ന് പോവാൻ നിൽക്കുന്ന വിക്രമിനെ അവൾ പേടിച്ചമർത്താണ്. വിക്രു ഇപ്പം അത് ചെയ്യരുത്, അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും ഞാൻ. അയാളെ ഞാൻ നടപ്പിലാക്കുന്ന നിയമമാണ് വേണ്ടത്, അല്ലാതെ നിന്റെ നിയമമല്ല. അയാളെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ വിക്രമിനെ ഒരു വിധത്തിൽ വേദ അനുയായിപ്പിച്ച് ശ്രമിക്കാണ്. ആ സമയത്ത് വിക്രമും വേദയും ഇങ്ങനെ ചുമരിൽ ചാരി നിൽക്കാട്ടോ. വേദ അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ വിക്രമിൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവളോടുള്ള സ്നേഹം മുഴുവൻ വിക്രം അവിടെ കാണിക്കുക. വേദിയെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരുടെ ഇത്രയും നാളും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ആ പ്രണയ നിമിഷങ്ങൾ അവിടെ വഴിഞ്ഞൊഴുകുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം. അങ്ങനെ വേദിയെ അവന് നെഞ്ചോട് ചേർത്ത് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു റൂമിനുള്ളിൽ രണ്ടുപേരും മധുവിധു ആഘോഷിക്കുക എന്ന് പറയാലും. അങ്ങനെ അന്ന് രാത്രി വിക്രമും വേദയും പരസ്പരം ഒന്നാവാട്ടോ. എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ ജീവിച്ചു തുടങ്ങുക. വേദയുടെ മനസ്സിൽ ചെറിയ സ്വപ്നങ്ങളൊക്കെ വരുന്നുണ്ട്. കടപ്പുറത്ത് രണ്ടുപേരും ഉല്ലസിച്ച് നടക്കുകയും കടൽ തീരമാലയ്ക്ക് മുമ്പിലേക്ക് അവർ വീഴുകയും അങ്ങനെ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ ആ ഒരു സീനൊക്കെ വേദയുടെയും വിക്രമിൻ്റെയും സ്വപ്നങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെ വളരെ മധുവിധമായിട്ട് തന്നെ അവർ ആ ഒരു റൂമിനുള്ളിൽ കഴിയാണ്. ആ സമയത്താണ് ശ്രീകാന്ത് ഇനി ഈ ഒരു വിവരം കിട്ടുന്നത്. ദീപ്തിയെ പറഞ്ഞിളക്കി വാസവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് വേദയാണെന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കഥകിൽ തട്ടാണ്. വേദയെ കണ്ടതും അയാൾ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നീ വെറുതെ ദീപ്തിയുടെ മനസ്സിൽ നല്ലവളായിട്ട് തന്നെ നീ വിക്രമിനെ രക്ഷിക്കാൻ നോക്കേണ്ട, അവൻ തന്നെയാണ് കൊലയാളി. നിങ്ങളത് പറയുന്നുണ്ടല്ലോ, യഥാർത്ഥ കൊലയാളി ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ആ കൊലയാളിയെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും, പുളിക്കലിനെ കിട്ടേണ്ട താമസമേ ഉള്ളൂ എന്നവൾ പറയാണ്. ആ സമയത്ത് വേദിയോട് ദേഷ്യം പിടിച്ച് ശ്രീകാന്ത് അവളെ അടിക്കാൻ ഓങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്തിട്ട് ശ്രീകാന്ത് ഇങ്ങനെ അവൾക്ക് നേരെ ഓങ്ങുക. ആ സമയത്താണ് കഥക് തുറന്ന് ഒറ്റ ചവിട്ടായിരിക്കും ശ്രീകാന്തിനെ നെഞ്ചടക്കിക്കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ശ്രീകാന്തിനെ അടിച്ച് പരത്തുന്നുണ്ട്. ആ സമയം ശങ്കരനാരായണക്കാകൻ നെട്ടിത്തെറിച്ച് നിൽക്കട്ടോ. വിക്രം എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ ഇയാൾ ചെയ്ത് വെച്ച ചതിക്ക് എന്താ ചെയ്യുന്നത്, ഇതല്ല ഇതിലപ്പുറം ചെയ്യണം, ഇയാളെ കൊല്ല വേണ്ടത്. നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഓർത്താം ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നത് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് വിക്രം പറയുന്നുണ്ട്. ശ്രീകാന്താഗ് ഭയന്നു പോവാ. ഇയാൾ എൻ്റെ അച്ഛനോട് ചെയ്തെന്താണെന്ന് അറിയാമോ? എൻ്റെ അച്ഛനെ ഏതോ സ്ഥലത്ത് തട്ടിക്കൊണ്ടുപോയി സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും വൃത്തികെട്ടവനാ എൻ്റെ അച്ഛനെ കൊന്നുകളയുമെന്ന ഭീഷണിയില വേദ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവനെ ഞാൻ വെച്ചേക്കില്ല. എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും നേരെ കൈ ഉയർത്തിയ ഇവനെ ഞാൻ എന്തിന് വെച്ചേക്കണം എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം അവരുടെ മുമ്പിൽ അടിച്ചമർത്താട്ടോ. അങ്ങനെ ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ശങ്കരനാരായണൻ്റെ മുമ്പിൽ വെളിച്ചത്താവാണ്. ആ സമയത്ത് ശങ്കരനാരായണൻ ചോദിക്കും, അല്ല ശ്രീകാന്തിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ശങ്കരനാരായണൻ ചോദിച്ചതിന്, എടാ ശ്രീകാന്തെ, ഞാൻ കേട്ടതൊക്കെ സത്യമാണ്. അത് പിന്നെ അച്ഛാ, ഇവളും കൂടെ നടത്തുന്ന നാടകമാണിത്. ആര് പറഞ്ഞു നാടകമാണെന്ന്? നിങ്ങൾ എന്നെ വിളിച്ചതും ഞാനെല്ലാം കോൾ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്, ദാ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ ആ കോൾ റെക്കോർഡിങ് പ്ലേ ചെയ്യാൻ ശങ്കരനാരായണൻ അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാവാണ്. തൻ്റെ മകൻ താൻ വിചാരിച്ച പോലെയല്ല, വളരെ ക്രൂരനും ക്രിമിനലുമാണെന്ന കാര്യം ശങ്കരനാരായണൻ മനസ്സിലാവുന്നുണ്ട്. വരുണിൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ ഇയാളാണ് വരുണിനെ കൊന്ന് ആ കുറ്റം വിക്രമിൻ്റെ തലയിൽ കെട്ടിവെക്കണം. ദീപ്തിയുടെമായിട്ടുള്ള ആ ഒരു പ്രണയം ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ വരുൺ നല്ലൊരു മനുഷ്യനായി തീർന്നിരുന്നു. വിക്രമിനെയും വരുണിനെയും ഇല്ലാതാക്കുക ആ ഒരു ലക്ഷ്യം മാത്രമാണ് തൻ്റെ ഏട്ടനുണ്ടായിരുന്ന കാര്യം അച്ഛൻ്റെ മുമ്പിൽ വേദ തുറന്ന് പറയാണ്. വരാൻ പോകുന്ന ഒരു അടിപൊളി ഒരാഴ്ചക്ക് വരുന്ന ഒരു എപ്പിസോഡാട്ടോ ഇത്. ഈ ഒരു എപ്പിസോഡ് ആരും മിസ് ചെയ്യാതെ കാണാൻ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.